സ്പൈറുലിന എന്നുള്ള പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് സ്പൈറുലിനയിൽ ശരിക്കും പറഞ്ഞാല് ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന. ഒന്ന്, പ്രതിരോധ ശേഷി കൂട്ടാൻ. രണ്ടാമത്, കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ. അതേപോലെ തന്നെ BP റെഗുലേറ്റ് ചെയ്യാൻ, പ്രമേഹം വരാതിരിക്കാൻ, ക്യാൻസർ വരാതിരിക്കാൻ. ഇതൊക്കെ സ്പൈറുലിനയുടെ ഗുണങ്ങളാണ്. അതേപോലെ തന്നെയാണ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു, സന്ധിവാതത്തെ നിയന്ത്രിച്ച് വേദന കുറയ്ക്കുന്നു, ഹൃദയത്തിലെ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നു. ഒരു ആന്റി ഏജിങ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ടും കൊടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ സ്പൈറുലിനയുടെ എന്താണ് സ്പെഷ്യാലിറ്റികളാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇനി അത് മാത്രമല്ല, അതൊരു ബെസ്റ്റ് ആന്റി ഓക്സിഡന്റും കൂടിയാണ് സ്പൈറുലിന. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഡാമേജുകളെ തടയാൻ ആന്റി ഓക്സിഡൻസുകൾക്ക് വലിയൊരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഈ സ്പൈറുലിനയുടെ നോക്കുന്ന സമയത്ത് അതിലുള്ള വൈറ്റമിൻസ് നോക്കുകയാണെങ്കിൽ വിറ്റാമിൻ B1 ഉണ്ട്, അതേപോലെ തന്നെ B2 ഉണ്ട്, B3 ഉണ്ട്, B6 ഉണ്ട്, B9 ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ D ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റമിൻ A, അതുകൂടാതെ വൈറ്റമിൻ E. ഇങ്ങനെ ഒരുപാട് വിറ്റാമിനുകളുടെ ഒരു കലവറയാണ് സ്പൈറുലിന എന്ന് പറഞ്ഞാൽ. ഇനി അത് കൂടാതെ നോക്കുന്ന സമയത്ത് പൊട്ടാസ്യവും കാൽസ്യം, ക്രോമിയം, കോപ്പർ, അയൺ, ഇങ്ങനെ ഒരുപാട് എന്താണ് മിനറൽസും റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന എന്ന് പറഞ്ഞാൽ. ഇനി അതിൽ തന്നെ നമ്മൾക്ക് ആണ് എന്താണ് ഈ സ്പൈറുലിന ഗോൾഡ് എന്ന് പറഞ്ഞാൽ. ഇനി അത് കൂടാതെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ DHA എന്ന് പറയുന്നത്. DHA എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞാല് നമ്മള് അമ്മയുടെ ആദ്യ പാല് അല്ലെങ്കിൽ ഈ പശുവിന്റെ ഒക്കെ ആദ്യ പാല്, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരു കണ്ടന്റ് ആണ് ഈ DHA എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റ് ആവാനും സ്കിന്നിന് നല്ല ആരോഗ്യം കിട്ടാന് അല്ലെങ്കിൽ നല്ല സ്കിൻ ടോൺ ഒക്കെ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് കണ്ടന്റുകളാണ് ഇതിൽ ഈ DHA ഉള്ളത്. ഇനി ഒരു സൂപ്പർ ഫുഡായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 1974 അതേപോലെ തന്നെ 1993 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജനീവയിൽ നടന്നിട്ടുള്ള ഒരു കൺവെൻഷനിലാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ശരിക്കും സ്പൈറുലിന എന്നുള്ളത് ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആയിട്ട് അംഗീകരിക്കുന്നത് 74 അപ്പൊ അതിനുശേഷം ശരിക്കും പറഞ്ഞാല് ഏതൊരാൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് കാറ്റഗറിയിലാണ് സ്പൈറുലിന വരുന്നത്. അപ്പൊ ഈ സ്പൈറുലിനയുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള വൈറ്റമിൻ, അതായത് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, അതേപോലെ തന്നെ അമിനോ ആസിഡ്, കാർബോഹൈഡ്രേറ്റ്സ്, എൻസൈമുകൾ. അപ്പൊ ഇതെല്ലാം ഒറ്റ പ്രൊഡക്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ സ്പൈറുലിനയിൽ. ഇനി അത് മാത്രമല്ല, ഈ ഏകദേശം എന്താണ് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. അതേപോലെ തന്നെ ശരീരത്തിന് വേണ്ടത് ഒരു 22ഓളം അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ 18 ഈ സ്പൈറുലിനയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സപ്ലിമെന്റ് ആണ് സ്പൈറുലിന എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, 60% വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ഇത് ശരിക്കും ഇതിൽ ഈ ക്ലോറോഫിൽ എന്നുള്ള ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ ബ്ലഡ് പ്യൂരിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബ്ലഡ് പ്യൂരിഫയർ ഇതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ഈ സ്പൈറുലിനയിൽ തന്നെ ഈ ക്ലോറോഫിൽ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. ഇനി ഈ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഡിസ്കിന്റെ പ്രശ്നമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും
കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ്. ഇപ്പൊ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു 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 പോർഷൻ ആണ്, ഇതാണ് നോർമലി ഒരാളുടെ ഡിസ്ക്. നോർമൽ ഡിസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ പല ആളുകൾക്കും പല തരത്തിലുള്ള ഡെഫിഷ്യൻസി കൊണ്ടും പല പ്രശ്നങ്ങളാണ്. ഒന്ന് ഡീജനറേറ്റീവ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേദനയുള്ള ഒരു 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 സിറ്റുവേഷൻ ആണ് ഈ ഡീജനറേറ്റീവ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ തന്നെ ആ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ഒരു ഒരു പോർഷൻ കാണുന്നുണ്ട്. ഇനി അതിനുശേഷം മൂന്നാമത്തെ ഒരു ഒരു ഭാഗം കാണുന്നത് ബൾജിങ് ഡിസ്ക് എന്നാണ്. അത് ബൾജ് ചെയ്ത് നിൽക്കുന്നത് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചില ആളുകൾക്ക് ഈ ബൾജിങ് ഡിസ്ക് ഉള്ള ആളുകൾക്ക്, കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്പൈനൽ കോഡ്, നമ്മുടെ ഈ ഒരു എന്താണ് സ്പൈനൽ കോഡിന്റെ ചുറ്റും അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുകൂടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂറോൺസും അതല്ലെങ്കിൽ വെയിനുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ക് ബൾജായി നിൽക്കുന്ന സമയത്ത് ഈ വെയിനിൽ തട്ടിക്കഴിഞ്ഞാൽ, ഞരമ്പിൽ തട്ടിക്കഴിഞ്ഞാൽ മൂവ്മെന്റ് വലിയൊരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല, നടക്കാൻ പറ്റാതെ വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. കാലിന് ഒരു എന്താ പറയാ ഒരു ശേഷി കുറവ് പോലെയൊക്കെ തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സ്പൈനൽ കനാൽ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൾജിങ് ഡിസ്ക് പോലെ തന്നെയുള്ള വേറൊരു പ്രശ്നമാണ് ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഇനി ഡിസ്ക് തന്നെ തിന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് അല്ലാതെ വളരെ തിന്നായിട്ട് കനം കുറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം പറയുന്ന ആളുകളോട് നിർബന്ധമായിട്ടും 6 മാസം എങ്കിലും ഉപയോഗിക്കണം എന്ന് പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന. ഇനി അതേപോലെ തന്നെയാണ് ഡിസ്ക് ഡീജനറേഷൻ വിത്ത് ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ് ഏറ്റവും ലാസ്റ്റിൽ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട് സ്പൈനലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് സപ്ലിമെന്റ് ആണ് സ്പൈറുലിന ഗോൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് വേറൊരു കമ്പനിയിലും ഈ കോമ്പിനേഷനിലില്ല. സ്പൈറുലിന ഒരുപാട് കമ്പനിയിലുണ്ട്. ഇപ്പം മോദി കെയർ എടുക്കുകയാണെങ്കിൽ സ്പൈറുലിന ഉണ്ട്, വെസ്റ്റീജ് എടുക്കുകയാണെങ്കിൽ സ്പൈറുലിന ഉണ്ട്, RCM എടുക്കുകയാണെങ്കിൽ സ്പൈറുലിന ഉണ്ട്. പക്ഷെ ആ സ്പൈറുലിനയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ സ്പൈറുലിനയില് DHAയും സ്പൈറുലിനയും അതേപോലെ തന്നെ സിട്രസ് ബയോഫ്ലവനോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാരങ്ങയുടെ ഓറഞ്ചിന്റെ തൊലിയിൽ നിന്ന് എടുക്കുന്ന ഒരു കണ്ടന്റ്, ഇത് മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ് സ്പൈറുലിന ഗോൾഡ്. നേരെ മറിച്ച് നിങ്ങൾ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്പൈറുലിന ഒരു ബോട്ടിലും DHA വേറെ ബോട്ടിലുമാണ്. നിങ്ങൾ മോദി കെയറിൽ പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് സ്പൈറുലിന ഒരു ബോട്ടിലിൽ തരും അവര്, DHA വേറെ ബോട്ടിലിൽ തരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സെപ്പറേറ്റ് ആണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് നമ്മുടെ സ്പൈറുലിന ഗോൾഡ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ക്യാൻസറും അതല്ലെങ്കിൽ ഷുഗറും ബ്രെയിൻ വരാതിരിക്കാന്, ബ്രെയിൻ ഫങ്ഷൻ വളരെ സ്മൂത്ത് ആവാന് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് സ്പൈറുലിന എന്നുള്ളത്. അപ്പൊ ശരിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ഒരു മിറാക്കിൾ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ പല ആളുകളും സ്പൈറുലിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് കൊടുക്കാൻ മടി കാണിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് അത് പ്രസന്റ് ചെയ്യാൻ പോലും നമുക്ക് അതിന്റെ ഒരു വില കാണുന്ന സമയത്ത്, കാരണം നിങ്ങൾ നോക്കിയാൽ മതി പല കമ്പനിയിലും ഇത് 2 ബോട്ടിലാക്കി വാങ്ങുന്ന സമയത്ത് ഇതേ വിലയുണ്ട്. അതായത് സ്പൈറുലിനയും DHAയും രണ്ടും കൂടി വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്പൈറുലിന ഗോൾഡിന്റെ വിലയുണ്ട്. അപ്പൊ ചില കമ്പനിയിലുള്ള ആളുകൾ പറയും ഞങ്ങളെ സ്പൈറുലിനയ്ക്ക് 600 രൂപയേ ഉള്ളൂ, നിങ്ങളത് എന്താണ് 1500 രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ളത് ഈ 2 എണ്ണത്തിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്പൈറുലിനയും അതേപോലെ DHAയും സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ ഇതേ വിലയുണ്ട്.
അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് ബ്രെയിനിന്റെ ഫങ്ഷൻ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് DHAയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരോട് പറയണം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്പൈറുലീന എന്നുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആർക്കെങ്കിലും സ്പൈറുലീനയിൽ കൂടി ഒരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ സ്പൈറുലീന കൊടുത്തിട്ട് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ അതുപോലെ എല്ല് തേയ്മാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? 1, 2, 3 ഒരുപാട് റിസൾട്ടുകൾ ഉള്ളതാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ. ഒരുപാട് ആളുകൾക്ക് വലിയ ഹെൽപ്പ് ആയിരിക്കും അത്. പറയൂ. ഉമ്മക്ക് മുട്ടുവേദനക്ക് 6 മാസം എപ്പോഴും ഉമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്പൈറുലിന ഗോൾഡ്. നല്ല മാറ്റം. വർഷങ്ങളോളമുള്ള മുട്ടുവേദന ഓപ്പറേഷൻ പറഞ്ഞതിന് അത് നമ്മളെ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് സ്പൈറുലിനും അതേപോലെ ചാമ്പിത്തൈലും ഉമ്മ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫൗസിയ മാഡാണ്, പുളിക്കലാണ് ഫൗസിയ മാഡം, വലിയ പറമ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കാണുന്ന സമയത്ത് മാഡത്തിന്റെ ഉമ്മനെ കാണുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാല് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുട്ട് മാറ്റി വെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞ കേസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ കൂടെ നോവേദന ക്യാപ്സ്യൂളും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? നോവേദന ക്യാപ്സൂളും പിന്നെ നമുക്ക് കാൽസ്യക്കുറവുണ്ടായിരുന്നു, അപ്പൊ ലാസ്യം എല്ലാം കഴിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് എല്ല് തേയ്മാനം പോലെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ പ്രശ്നമുള്ള ഒരാൾക്ക് ഈ 3 കോമ്പിനേഷൻ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനി അതേപോലെ തന്നെ ഇതില് പറയും. ഞാന് പിന്നെ എന്റെ വൈഫിന് സാറിന് അറിയാലോ, പിന്നെ ഒരു 4 വർഷത്തോളായിട്ടുള്ള ഡിസ്ക് കംപ്ലൈന്റ്, ഊരവേദനയായിരുന്നു. ഒരുപാട് ചികിത്സ ചെയ്തിട്ട് മാറ്റാത്തൊരു കേസായിരുന്നു. ആ ടൈമിലാണ് ഞാൻ നമ്മളെ പിന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സാറിനോട് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ സ്പൈറുലിന ഗോൾഡും നോവേദന ക്യാപ്സ്യൂളും നാസിയം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാസം കഴിച്ചപ്പോൾ വേദന ഒന്ന് കൂടുകയാണ് ചെയ്തത്. അപ്പൊ സാറിനോട് പറഞ്ഞു അത് കുഴപ്പമില്ല, കൂടിയാലാണ് ഏറ്റവും പെട്ടെന്ന് റെഡി ആകാന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് ആദ്യം കഴിക്കണില്ല, ഞാൻ നിർത്താൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു, വേദന കൂടി. പക്ഷെ എന്ത് ചെയ്തു, കണ്ടിന്യൂ ആയിട്ട് സാറ് പറഞ്ഞപ്പോ അങ്ങനെ കഴിച്ചു. പിന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ വേദന പറ്റ മാറി. 1.5 മാസം ആയപ്പോഴത്തേന് പറ്റ വേദന മാറി. 4 വർഷത്തോളമായിട്ടുള്ള വേദന. ഇപ്പൊ രാവിലെ ഒക്കെ എണീക്കുമ്പോ കണ്ണിന്ന് വെള്ളം അങ്ങനെ വരും, അത്രയും വേദനയാണ്. ഒരു പണിയൊന്നും എടുക്കാൻ പറ്റിയെങ്കില്ല. അപ്പോൾ അത് 1.5 മാസം കൊണ്ട് തന്നെ പറ്റ മാറി. പിന്നെ 3 മാസം കോഴ്സായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 2.5 വർഷത്തോളം ഇന്ന് വരെ പിന്നെ ആ വേദന ഉണ്ടായിട്ടില്ല. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പിന്നെ റിസൾട്ടിന്റെ ബലത്തിലും കൂടിയാണ് ശരിക്കും ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, അടിപൊളി. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് സാർ, ഞാന് സതീദേവി. ഞാൻ സ്പൈറുലിന ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് കിട്ടിയ റിസൾട്ടാണ്. നമ്മളെ വിളയൂരുള്ള റഷീദ് കാക്ക് കാലുമുട്ട് നൂരിലായിരുന്നു, ആ സ്റ്റെപ്പ് ഒന്നും ഇറങ്ങാനേ വയ്യ. ഇപ്പൊ ഏകദേശം ഒരു 1-1.5 മാസത്തോളം ആയിട്ടുള്ളൂ നമ്മളത് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ നന്നായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി കയറുന്നുണ്ട്. പിന്നെ അതേപോലത്തെ അതിന് കൊടുത്തത് നോവേദന ജെല്ല് തേച്ചു, കൂടാതെ നോവേദന ക്യാപ്സൂള്, സ്പൈറുലിന എല്ലാം കഴിച്ചിട്ട് ഇപ്പൊ അദ്ദേഹം വിളിച്ചിരുന്നു, സാറ് വിളിച്ചു സംസാരിച്ചു. അപ്പൊ പറഞ്ഞു ഇപ്പൊ എനിക്ക് വേദനകളൊന്നുമില്ല, അതിന് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് നമ്മൾ ആ 35 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തപ്പോ അദ്ദേഹത്തിന് വേണ്ടതല്ല സാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിച്ചിട്ട് എന്റെ മുട്ടുവേദന മാറിയതാണ്. ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല പ്രൊഡക്റ്റ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. എടുത്ത് പറയേണ്ട ഓരോ പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ആയിക്കോട്ടെ. ഇനി വേറെ ഒരു എക്സ്പീരിയൻസ് ജസ്ലീന മാഡം ചിലക്ക് മീറ്റിംഗിൽ എല്ലാം തോന്നുന്നുണ്ട്. നമ്മുടെ ഒരു പ്രധാന ഉണ്ടോ? ഞാനുണ്ട് സാറേ. പറയൂ. സാറ് പറഞ്ഞ പോലെ ഞാനും ഡിസ്ക് കംപ്ലൈന്റിന് സ്പൈറുലിന നോവേദന കഴിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. സാറ് പറഞ്ഞ പോലെ 3ാമത്തെ ആ ഒരു കംപ്ലൈന്റ് ആയിരുന്നു, ബൾജിൻ ഡിസ്ക്. അതായിരുന്നു എൻ്റെ ഒരു പ്രോബ്ലം. കാരണം കാലില് തരിപ്പ് വരിക, കാല് കുഴച്ചില്, നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ആ ഒരു ഇതിന്നൊക്കെ കിടപ്പിലായ ഒരു സമയത്താണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയതും ഞാനിത് കഴിച്ചു. ഫസ്റ്റത്തെ 2 മാസം സ്പൈറുലിനും നോവേദനയും കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു. പിന്നെ 3ാമത്തെ മാസത്തെ
തീരാനായ സമയത്ത് നല്ലൊരു മാറ്റം വന്നു. ഞാൻ നീച്ച് നടക്കൽ തുടങ്ങി. ശരിക്കും എന്ന് പറഞ്ഞാൽ തെറാപ്പി ചെയ്തു. പിന്നെ എന്താ പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ സർജറി ചെയ്യണം എന്നാ. സർജറി ചെയ്ത് കമ്പി ഇടണം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ടാണ് മാറിയത്. അപ്പോൾ അതാണ് എന്നെ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വരാൻ താല്പര്യപ്പെടുത്തിയതും വന്നതും അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മളെ ഓരോ പ്രോഡക്റ്റും നല്ല റിസൾട്ട് ഉള്ളതിനാണ്. പക്ഷെ സ്പൈറുലിന, നോവേദന ഈ 2 ക്യാപ്സ്യൂളും എടുത്ത് പറയേണ്ട ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ഓക്കെ മാഡം. അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറഞ്ഞാൽ. ഇതുപോലെ റിസൾട്ടുകൾ അവരോട് നമ്മൾ ഒരു കസ്റ്റമറോട് മ്യൂട്ട് ചെയ്യണേ, കസ്റ്റമറോട് പറയുന്ന സമയത്ത് നിങ്ങൾ ധൈര്യമായിട്ട് 6 മാസം പറഞ്ഞ് ഉപയോഗിക്കണം. വേറെ ഒരു സ്ഥലത്ത് പോയാലും അതിന് സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇത് 6 മാസം മിനിമം ഉപയോഗിക്കണം. കാരണം ഇങ്ങനത്തെ കേസിൽ ഒരിക്കൽ പോലും 3 മാസം പറയരുത്. അപ്പൊ 6 മാസം തന്നെ പറയണം. 6 മാസം എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് കൂടാം, കുഴപ്പമില്ല. അവർക്ക് അത് പൂർണ്ണമായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന എന്നുള്ളത്. ഓക്കെ.